മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഇത്രയും നാൾ നമ്മൾ കണ്ടതും കേട്ടതുമൊന്നുമല്ല യഥാർത്ഥ കഥയെന്നാണ് സൂചന. കൊച്ചിയിലെ ED ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്വേഷണ സംഘം പിടിച്ചെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചുലക്കാൻ പോന്ന മറ്റൊരു രഹസ്യ കഥയാണ്. എക്സാലോജി കമ്പനിയുടെ മറവിൽ വീണയേക്കാൾ വലിയൊരു അദൃശ്യശക്തി കളിച്ചിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. ആരാണ് വീണയ്ക്ക് മുകളിൽ നിന്ന ആ VIP? കർട്ടന് പിന്നിലെ ആ വമ്പൻ സ്രാവ് വലയിലാകുമോ? ഉദ്യോഗം നിറഞ്ഞ പുതിയ വഴിത്തിരിവുകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ED ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ പ്രതിരോധത്തിലായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് SFIO കണ്ടെത്തിയ ഡിജിറ്റൽ രേഖകളും മുൻപ് നടന്ന റെയ്ഡുകളിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ലഭിച്ചതെങ്കിലും കൃത്യമായ തെളിവുകൾ മുന്നിൽ വെച്ചതോടെ വീണയ്ക്ക് പല ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെയായി മാറി. പ്രത്യേകിച്ച് CMRLന് എക്സാലോജി കമ്പനി നൽകിയ IT സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന സാങ്കേതിക ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണ തീർത്തും പതറിപ്പോയി എന്നാണ് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിക്കാൻ തക്കതായ ഒരു തെളിവും ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ കേസിനെ തീർത്തും പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് EDക്ക് ലഭിച്ച ആ പുതിയ ഡീലാണ്. വിവാദമായ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ബുദ്ധിയായി പ്രവർത്തിച്ച മറ്റാരോ എക്സാലോജിക്കിൻ്റെ മറവിൽ നിന്നിട്ടുണ്ട് എന്നാണ് EDയുടെ പുതിയ നിഗമനം. ഈ അദൃശ്യ വ്യക്തി ആരാണെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ചോദ്യം ചെയ്യലിൽ EDക്ക് ലഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ വ്യക്തതയിലേക്ക് അന്വേഷണം നീളുന്നതോടെ കേസിൻ്റെ പ്രതിപട്ടികയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതേസമയം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം വീണയുടെ അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്നതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വീണയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ EDക്ക് താല്പര്യമില്ല എന്നാണ് സൂചന. വീണയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകില്ല എന്ന് ED വിലയിരുത്തുന്നു. അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ PMLA പ്രത്യേക കോടതിയിൽ നേരിട്ട് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അറസ്റ്റ് ഭീഷണി താൽക്കാലികമായി ഒഴിഞ്ഞുവെങ്കിലും വീണ പ്രതിസ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ വീണയുടെ പിന്നിൽ പ്രവർത്തിച്ച ആ രഹസ്യ വ്യക്തി ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ EDക്ക് മുന്നിലുള്ളത്. ആ പേരിലേക്ക് ED എത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു വൻ ഭൂകമ്പം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.